നമസ്കാരം. അമേരിക്കയിലെ ഓവൽ ഓഫീസിൽ രണ്ട് രാഷ്ട്രത്തലവന്മാർ പരസ്പരം രൂക്ഷമായി ഏറ്റുമുട്ടിയത് ലോകം തത്സമയം കണ്ടു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ വൈറ്റ് ഹൗസിൽ നിന്ന് അപമാനിച്ച് ഇറക്കിവിട്ടു. ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനൊപ്പം നിന്ന് യുക്രൈനെ കാലുവാരുകയാണ്. ഇതുവരെ യുക്രൈൻ നൽകിയ സഹായത്തിനു പകരമായി യുക്രൈൻ മണ്ണിലെ വൻ ധാതു സമ്പത്തിൻ്റെ അവകാശവും ട്രംപ് ചോദിക്കുന്നു. ഗസയിൽ നേരത്തെയുള്ള വെടിനിർത്തൽ ധാരണ ഇസ്രായേൽ ലംഘിക്കുകയാണ്. രണ്ടാം ഘട്ട വെടിനിർത്തലിന് നെതന്യാഹു തയ്യാറല്ല. എന്നാൽ ബന്ദികളെ വിട്ടുകിട്ടാനുള്ള തന്ത്രങ്ങളും സമ്മർദ്ദവും തുടരുകയും ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാന ലോകവാർത്തകൾ സമഗ്രമായി കാണാം. വേൾഡ് വിത്ത് അസിലേക്ക് സ്വാഗതം. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യയും അമേരിക്കയും തമ്മിൽ സൗദിയിൽ ധാരണയിലെത്തിയിരുന്നു. ആ ചർച്ചയിലേക്ക് സെലൻസ്കിയെ ക്ഷണിച്ചിരുന്നില്ല. ഇക്കാര്യത്തിൽ യൂറോപ്യൻ നേതാക്കൾ വലിയ സമ്മർദ്ദം ചെലുത്തിയ പശ്ചാത്തലത്തിലാണ് ട്രംപ് സെലൻസ്കിയെ അമേരിക്കയിലേക്ക് വിളിച്ചു വരുത്തിയത്. പക്ഷേ ചർച്ചയിൽ അമേരിക്ക റഷ്യക്കൊപ്പം നിൽക്കുന്നു എന്ന തോന്നൽ സെലൻസ്കിക്കുണ്ടായി. പരസ്യമായി ഇതിനെ ചെറുത്തു സെലൻസ്കി. ട്രംപും വൈസ് പ്രസിഡന്റ് JD വാൻസും സെലൻസ്കിയെ രൂക്ഷമായി നേരിട്ടു. മൂന്നാം ലോക യുദ്ധത്തിനാണ് സെലൻസ്കി ശ്രമിക്കുന്നത് എന്നും സമാധാനം ആഗ്രഹിക്കുന്നുവെങ്കിൽ മാത്രം അമേരിക്കയിലേക്ക് ഇനി വന്നാൽ മതിയെന്നും പറഞ്ഞ് ട്രംപ് സെലൻസ്കിയെ ഇറക്കി വിടുകയായിരുന്നു. മൂന്ന് വർഷം മുമ്പ് യുദ്ധം ആരംഭിച്ചപ്പോൾ UN റഷ്യയെ കുറ്റപ്പെടുത്തുന്ന പ്രമേയം അമേരിക്ക അവതരിപ്പിച്ചിരുന്നു. ആ പ്രമേയത്തെ എതിർത്തവരെ മാത്രമല്ല, വിട്ടുനിന്നവരെ പോലും അമേരിക്ക ശകാരിച്ചു. അന്നത്തെ US പ്രതിനിധി ലിൻഡ തോമസ് ആ രാജ്യങ്ങളെ വിമർശിച്ചത് UN ചാർട്ടറിൽ വിശ്വാസമില്ലാത്തവർ എന്നായിരുന്നു. എന്നാൽ കഴിഞ്ഞയാഴ്ച UN പൊതുസഭയിലും രക്ഷാസമിതിയിലും അമേരിക്ക ഇതേ വിഷയത്തിൽ റഷ്യക്കൊപ്പം നിൽക്കുന്ന വിചിത്ര കാഴ്ചയാണ് ലോകം കണ്ടത്. റഷ്യയെ കുറ്റപ്പെടുത്തി യൂറോപ്യൻ രാജ്യങ്ങളുടെ പിന്തുണയോടെ യുക്രൈൻ പ്രമേയം അവതരിപ്പിച്ചു. ആദ്യമായി റഷ്യയോടൊപ്പം ചേർന്ന് അമേരിക്ക ഇതിനെതിരെ വോട്ട് ചെയ്തു. യുക്രൈൻ യുദ്ധത്തിന് റഷ്യയ്ക്ക് ചില ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. യുക്രൈൻ്റെ തെക്കും കിഴക്കുമുള്ള ഭാഗങ്ങൾ കീഴടക്കുകയും റഷ്യയിൽ ലയിപ്പിക്കുകയും ചെയ്യുക. യുക്രൈനിൽ റഷ്യൻ അനുകൂല ഭരണകൂടത്തെ അവരോധിക്കുക. ഭാവിയിൽ യുക്രൈൻ റഷ്യയ്ക്ക് ഭീഷണിയാകുന്നത് അങ്ങനെ മുൻകൂട്ടി തടയുക. ഇതായിരുന്നു റഷ്യയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. റഷ്യൻ വംശജരും റഷ്യൻ ഭാഷ സംസാരിക്കുന്നവരും ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളാണ് യുക്രൈൻ്റെ തെക്കും കിഴക്കുമുള്ള ഭാഗങ്ങൾ. അതുകൊണ്ട് തന്നെ റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശങ്ങൾ കൂട്ടിച്ചേർക്കുന്നത് എളുപ്പവുമാണ്. പുടിൻ്റെ ഈ ലക്ഷ്യങ്ങളെല്ലാം അംഗീകരിക്കുകയാണ് ഇപ്പോൾ ട്രംപ്. റഷ്യയുമായുള്ള യുദ്ധത്തിൽ യുക്രൈനെ സാമ്പത്തികമായും സൈനികവുമായും ഏറ്റവും ശക്തമായി പിന്തുണച്ച രാജ്യമായിരുന്നു അമേരിക്ക. അതിൽ നിന്ന് ട്രംപ് പിന്മാറുന്നു എന്നു മാത്രമല്ല, ഇതുവരെ സഹായിച്ചതിനെല്ലാം പ്രതിഫലം ചോദിക്കുകയും ചെയ്യുകയാണ് ട്രംപ്. യുക്രൈനിലെ അപൂർവ ധാതുക്കളുടെ മേലുള്ള അവകാശമാണ് ട്രംപ് ചോദിക്കുന്നത്. ഗ്രാഫൈറ്റ്, ലിഥിയം, ടൈറ്റാനിയം, ബെറിലിയം, യുറേനിയം തുടങ്ങിയ ധാതുക്കളുടെ വൻ ശേഖരം യുക്രൈനിലുണ്ട്. ഇലക്ട്രോണിക് ഉപകരണങ്ങളും വൈദ്യുത വാഹനങ്ങളും മുതൽ അത്യാധുനിക ആയുധ നിർമ്മാണത്തിനും കാർബൺ രഹിത ഊർജ്ജത്തിനുമെല്ലാം ഈ ധാതുക്കൾ ഏറെ പ്രധാനമാണ്. ട്രംപിൻ്റെ സമ്മർദ്ദത്തിനു വഴങ്ങി ധാതുക്കളിൽ US അവകാശത്തിനുള്ള കരാറിൽ ഏർപ്പെടാൻ സെലൻസ്കി തയ്യാറാവുകയാണ്. യുക്രൈന് സുരക്ഷ അമേരിക്ക ഉറപ്പു നൽകണം എന്നാണ് സെലൻസ്കി ചോദിക്കുന്നത്. യൂറോപ്പിനെ പോലും ശത്രുപക്ഷത്ത് നിർത്തി ട്രംപ് പുടിനൊത്ത് ഇങ്ങനെ പ്രവർത്തിക്കാൻ കാരണമെന്താകും? ട്രംപ് പുടിനെ ഭയക്കുകയാണോ? എങ്കിൽ അതിൻ്റെ കാരണങ്ങൾ എന്താണ്? ഈ ചോദ്യങ്ങൾ ഉയരുമ്പോൾ സ്റ്റീൽ ഡോസിയർ വിവാദം വീണ്ടും ചർച്ചയാവുകയാണ്. മുൻ ബ്രിട്ടീഷ് ഇൻ്റലിജൻസ് ഓഫീസർ ക്രിസ്റ്റഫർ സ്റ്റീൽ തയ്യാറാക്കിയ ഈ രഹസ്യരേഖ ഡൊണാൾഡ് ട്രംപിൻ്റെ റഷ്യയുമായുള്ള ബന്ധങ്ങളെക്കുറിച്ചുള്ള ഗുരുതര ആരോപണങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. ട്രംപിൻ്റെ പല രഹസ്യങ്ങളും പുടിൻ്റെ കയ്യിലുണ്ട് എന്നും അതുവെച്ചാണ് പുടിൻ ട്രംപിനെ വരച്ച വരയിൽ നിർത്തുന്നത് എന്നുമാണ് സ്റ്റീൽ ഡോസിയർ വിവാദം പറയുന്നത്. മരണം പെയ്യാത്ത, ഭക്ഷണം കഴിച്ച് ഇഫ്താർ സാധ്യമാകുന്ന ഒരു റമദാൻ കാലം ഗസക്കാർ കൊതിച്ചത് ഇതായിരുന്നു. റമദാൻ്റെ ആദ്യ ദിനങ്ങൾ ഏറെക്കുറെ അങ്ങനെയായിരുന്നുവെങ്കിലും വെടിനിർത്തൽ കരാർ ഒന്നാം ഘട്ടം അവസാനിച്ചതോടെ സ്ഥിതി മാറുകയാണ്. രണ്ടാം ഘട്ടത്തിൽ ഇസ്രായേൽ സേന ഗസയിൽ നിന്ന് സമ്പൂർണ്ണമായി പിന്മാറണം എന്നാണ് ധാരണ. അത് സാധ്യമല്ലെന്ന് ഇസ്രായേൽ വാദിക്കുന്നു. എന്നാൽ ബന്ദികളെയെല്ലാം വിട്ടുകിട്ടുകയും വേണം. ബന്ദികളെ വിട്ടുകിട്ടുന്നതുവരെ ആക്രമണം അവസാനിപ്പിക്കുക എന്ന തന്ത്രമാണ് US-ഉം ഇസ്രായേലും മുന്നോട്ട് വെച്ചത്. ഇത് സമ്മതമല്ലെന്ന് ഹമാസ് നിലപാടെടുത്തു. അങ്ങനെയെങ്കിൽ ഗസയിലേക്ക് ഒരു സഹായവും കടത്തിവിടില്ല എന്ന് ഇസ്രായേൽ ഭീഷണി മുഴക്കി. വീണ്ടും പട്ടിണിയുടെയും ദുരിതത്തിൻ്റെയും റമദാൻ കാലമാകുമോ ഗസക്കെന്ന ആശങ്ക
ഉയർന്നു. ഇതോടെ ഈ ആഴ്ചയിലെ ലോകവിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച വീണ്ടും കാണാം. താങ്ക്